ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ NCERT കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാം നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അറ്റ് സെർട്ടൻ. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചതാണ്. ക്ലാസ് കറക്റ്റ് ഫോളോ ചെയ്തൊരു കുട്ടിക്ക് ഇതൊക്കെ കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. The vapor pressure of pure benzene at a certain temperature is 0.850 bar. അതായത് പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതായത് P0 ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, എ നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലിറ്റിക് സോളിഡ് വെയിനിങ് 0.5 gram വെൻ ആഡഡ് ടു 39 gram ബെൻസീൻ. ഒരു 39 gram ബെൻസീൻ ഉണ്ട്. അയാളുടെ അടുത്തോട്ട് ആര് ആഡ് ചെയ്തു? 0.5 gram ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സോളിഡ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു, സൊല്യൂട്ട് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മോളർ മാസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് എന്നാണ് ചോദ്യം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പ്യുവർ ബെൻസീൻ ഉണ്ട്. അയാളുടെ വേപ്പർ പ്രഷർ ക്വസ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അങ്ങോട്ട് ആ സൊല്യൂട്ടിനെ ആഡ് ചെയ്തു. എത്ര സൊല്യൂട്ടിനാണ് ആഡ് ചെയ്തത് എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ആ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂട്ടിനെ ആഡ് ചെയ്തതിന് ശേഷം ആ ബെൻസീന്റെ വേപ്പർ പ്രഷർ എന്തായിട്ട് കുറഞ്ഞിട്ടുണ്ട്? 0.845 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എളുപ്പമല്ലേ? ഏത് ഇക്വേഷനെ യൂസ് ചെയ്യുക? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൽ യൂസ് ചെയ്യുക. എളുപ്പമാണല്ലോ. നിങ്ങൾ പഠിച്ച റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? P0 മൈനസ് P/P0 അല്ലേ? ഈ P0 എന്താ? പ്യുവർ ബെൻസീൻ്റെത്. ഈ P എന്താ? സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ബെൻസീൻ പ്യുവർ അല്ലല്ലോ, അവിടെ സൊല്യൂട്ടും വന്നിട്ടില്ലേ. അതുകൊണ്ട് ആ സമയത്തുള്ള വേപ്പർ പ്രഷറാണ് P. ഓക്കെ, അപ്പൊ P0 എന്താ? പ്യുവർ ബെൻസീൻ്റെത്. അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 0.850. സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം എന്തായി? 0.845 ആയി. അതാണ് P. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്കറിയാം. ഈക്വൽ ടു എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ അല്ലേ? ഞാൻ വീണ്ടും ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത്? ഈ താഴെയുള്ള ഈ ഒരു കാര്യം, ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എനിക്ക് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. അതായത് സോൾവെന്റ് വെച്ച് നോക്കുമ്പോൾ സൊല്യൂട്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇയാളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. അതുകൊണ്ട് NB/NA NB/NA എന്ന് മാത്രം എന്ത് ചെയ്യാം? എഴുതി വെക്കാം. അവിടെ NA പ്ലസ് NBയുടെ അവിടെ ആവശ്യമില്ല. അത് മാത്സ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് P0 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എത്ര? 0.850 ആണ്. സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷമുള്ള പ്രഷർ അതാണ് P. അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. P0 ആൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, NB എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ NB എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആട്ടോ. NA എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ബൈ മോളർ മാസ് ഓഫ് സോൾവെന്റ് അല്ലേ? അത് മുകളിലോട്ട് വരുമ്പോൾ ഇൻറ്റു MA എന്നായിട്ട് പോകും. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 0.5 gram ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളർ മാസ് ഓഫ് സോൾവെന്റ് ബെൻസീന മോളർ മാസ് നമുക്ക് അറിയണം. C6H6 6 കാർബണും 6 ഹൈഡ്രജനും, അതിന്റെ എല്ലാം കൂട്ടിയാൽ 78 കിട്ടുക. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെന്താ? ഗിവൺ മാസ് ഓഫ് സോൾവെന്റ്. എത്ര ഗ്രാം സോൾവെന്റിലോട്ട് ആഡ് ചെയ്ത് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, 39 gram ബെൻസീനിലോട്ട് ആഡ് ചെയ്തു എന്നാണ്. ബെൻസീന സോൾവെന്റ്. അപ്പൊ സോൾവെന്റ് ഗിവൺ മാസ് എത്ര? 39. അപ്പൊ നമുക്കിതെല്ലാം അറിയാം. ഇതറിയാം. ഇത് മാത്രമല്ല അറിയാത്തുള്ളൂ. ഇതെന്താ? സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ. അത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാൻ പറ്റും. മാത്സ് ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ കൂളായിട്ട് കിട്ടും. ഇതേ മൈനസ് ഇതെന്താ? 0.005 ആണ്. ബൈ 0.850 എന്ന് എഴുതി വെച്ചു. പിന്നെ 0.578 മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് 39. ഇതിൽ നമുക്ക് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അവിടെ ഇതിന് എനിക്ക് വേണമെങ്കിൽ 5/850 എന്ന് എഴുതി കൂടെ എഴുതാം. ഡെസിമലൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, അതിൽ നിന്ന് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഞാൻ കണ്ടുപിടിച്ച ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 170 gram/mol കിട്ടും. എളുപ്പമാണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റൻ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ടും കൂടി പോകാം. എക്സാമ്പിൾ 1.7 NCERTയിലുള്ള എക്സാമ്പിൾ 1.7 ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 18 gram ഗ്ലൂക്കോസ് ഉണ്ട്. ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് വാട്ടർ. ഓക്കെ, ഒരു ഇൻ സോസ്പാൻ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ, അതൊരു പാത്രം അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ വാട്ടർ ബോയിൽ അറ്റ് 1.013 bar kb ഫോർ വാട്ടർ തന്നിട്ടുണ്ട്. അതായത് വാട്ടർ പൊതുവെ എപ്പോഴാണ് ബോയിൽ ചെയ്യുക മക്കളെ? 100 degree സെൽഷ്യസിലാണ്. അതായത് 370 100 degree കെൽവിലോട്ട് മാറ്റുമ്പോൾ പ്ലസ് 273.15 ആഡ് ചെയ്താൽ മതി. അതായത് 373.15 കെൽവിനിൽ ബോയിൽ ചെയ്യും, അല്ലെ 100 degree സെൽഷ്യസിൽ ബോയിൽ ചെയ്യും. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, സൊല്യൂട്ട് ആഡ് ചെയ്താൽ അയാളുടെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടുമെന്ന്. എത്ര ബോയിലിംഗ് പോയിന്റ് ആണ് കൂടിയത്? അതിനെ പറയുന്ന പേരാണെന്ത്? ΔTB. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി?
അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെൽറ്റ ടി ബി എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി? ഡെൽറ്റ ടി ബി എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഡെൽറ്റ ടി ബി സീക്വൽ നിങ്ങൾ പഠിച്ചത് കെ ബി ഇൻറ്റു മൊളാലിറ്റി. അതായത് ഡെൽറ്റ ടി ബി നമുക്ക് 2 കിട്ടിയ അതിന്റെ അർത്ഥം എന്താ? പൊതുവെ വാട്ടർ 100 ബോയിൽ ചെയ്യുക, അതിനേക്കാളും 2 ഡിഗ്രി സെൽഷ്യസ് കൂടി എന്ന, അപ്പൊ 102 ബോയിൽ ചെയ്യുള്ളൂ. ഡെൽറ്റ ടി ബി 5 എന്ന് വെച്ചാൽ എന്താ? നോർമലി ഒരു സോൾവെന്റ് എത്രയിലാണോ ബോയിൽ ചെയ്യുക അതിനേക്കാളും 5 കൂടിയെന്ന. അപ്പൊ അയാളുടെ നോർമൽ ബോയിലിംഗ് പോയിന്റിനേക്കാളും 5 എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. വാട്ടർ ആണെങ്കിൽ 100 ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 373.15 കെൽവിനിലോട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി അല്ലേ? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം എന്നാ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഗ്രാമിലാണെങ്കിലും ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം. എങ്ങനെ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റുക? ബൈ 1000 ചെയ്തിട്ട്, ബൈ 1000 മുകളിലോട്ട് ഇൻറ്റു 1000 ആയിട്ട് മാറും. പക്ഷെ ഇവിടെ സോൾവെന്റിന്റെ മാസ് എന്തിലാ തന്നിട്ടുള്ളത്? 1 കിലോഗ്രാം വാട്ടർ എന്നാ. അതായത് സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇതിനെ ഇനി ഗ്രാമിലോട്ട് മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ? ആണ്. പിന്നെ താഴെ W1 ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കെ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര ഗ്ലൂക്കോസ് ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 18 ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്തു എന്നാ പറഞ്ഞത്. ഗ്ലൂക്കോസ് ആഡ് എന്ന് പറഞ്ഞത്. ഗ്ലൂക്കോസിന്റെ മോൾക്കർ മാസ് എന്താ? 180. ഇതെന്താ? ഗിവൺ മാസ് ഓഫ് സോൾവെന്റാ. എത്രയിലോട്ടാ ആഡ് ചെയ്ത്? 1 കിലോഗ്രാം സോൾവെന്റിലോട്ട് ആഡ് ചെയ്ത്. അതുകൊണ്ട് W1 എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 0.052 കിട്ടും. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നോർമലി വാട്ടർ എപ്പോഴാണ് ബോയിൽ ചെയ്യുക അതിനേക്കാളും ഇത്ര കൂടുതൽ ടെമ്പറേച്ചറിലായിരിക്കും സൊല്യൂട്ടിനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്ടർ ബോയിൽ ചെയ്യാന്ന്. ഓക്കെ, ഡൗട്ടില്ലല്ലോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ്, സൊല്യൂട്ടിനെ ആഡ് ചെയ്തതിന് ശേഷമുള്ള ബോയിലിംഗ് പോയിന്റ്, അതാണ് ഞാൻ ടി ബി എഴുതി വെച്ചത്. പൊതുവെ 100 ബോയിൽ ചെയ്യാം, അതിനേക്കാൾ ഇത് കൂട്ടിയാൽ മതി. അപ്പം എന്ത് കിട്ടും? 100.052 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഇനിയിപ്പം കെൽവിനിൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലോ, എടാ 100 ഡിഗ്രി സെൽഷ്യസിന് പകരം കെൽവിനിലോട്ട് മാറ്റിക്കേ. 373.15 കെൽവിന. അതിലോട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു വാല്യൂ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു കെൽവിനിലാണ് അല്ലെങ്കിൽ ഈ ഒരു സെൽഷ്യസിലാണ് അവർ എന്ത് ചെയ്യുക? ബോയിൽ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എക്സാമ്പിൾ 1.8 ആണ്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു പ്യുവർ ബെൻസീൻ, അയാളുടെ ബോയിലിംഗ് പോയിന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങോട്ട് എന്ത് ചെയ്തു? കുറച്ച് സൊല്യൂട്ടിന് ആഡ് ചെയ്തു. എത്ര? 1.8 ഗ്രാം സൊല്യൂട്ടിന് ആഡ് ചെയ്തു. എത്ര ബെൻസീനിലോട്ട് ആഡ് ചെയ്ത്? 90 ഗ്രാം ബെൻസീൻ ഉണ്ട് എൻ്റെ അടുത്ത്. അങ്ങോട്ട് 1.8 ഗ്രാം സൊല്യൂട്ടിനെ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ സോൾവെന്റ് ബെൻസീനാണ്, ഇവിടെ സൊല്യൂട്ട് 1.8 ഗ്രാം ഉള്ള ഒരു സൊല്യൂട്ടുമാണ്. ആ പ്യുവർ ബെൻസീൻ സോൾയൂട്ട് ആഡ് ചെയ്തതിന് മുമ്പേ പ്യുവർ ആയ സമയത്തുള്ള ബെൻസീന്റെ ബോയിലിംഗ് പോയിന്റ് ഇതാണ്. ഓക്കെ, ദ ബോയിലിംഗ് പോയിന്റ് ഇസ് റൈസ്ഡ് ടു 354.11 കെൽവിൻ. നോർമലി ഇയാളുടെ ബോയിലിംഗ് പോയിന്റ് ഇതാണ്. സൊല്യൂട്ടിനെ ആഡ് ചെയ്തില്ലേ? സൊല്യൂട്ടിനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചതായി എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് കുറച്ച് കൂടും. അങ്ങനെ കൂടി എവിടെ എത്തി? 354.11 കിട്ടി. 353.23 ആയിരുന്നു, അത് 3 കൂടിയിട്ട് 354.11 കിട്ടി. എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്മളങ്ങോട്ട് ആഡ് ചെയ്ത സൊല്യൂട്ട് ആരാന്ന് അറിയില്ലല്ലോ. സൊല്യൂട്ടിന്റെ ഗിവൺ മാസ് മാത്രമേ അറിയുള്ളൂ. സൊല്യൂട്ടിന്റെ മോളാർ മാസ് അറിയില്ല. അതെന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കെ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യാം. എളുപ്പം വീണ്ടും സെയിം ഇക്വേഷൻ. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഗ്രാമിലാണെങ്കിൽ അവിടെ ബൈ 1000 വേണം. ഈ ബൈ 1000 ആണ് മുകളിലോട്ട് കയറി പോകുന്നത്. നേരത്തെ സോൾവെന്റിന്റെ മാസ് കിലോഗ്രാമിലായതുകൊണ്ട് അവിടെ 1000 കൊടുക്കാൻ, ഇവിടെ ഗ്രാമിലായതുകൊണ്ട് അവിടെ ഇൻറ്റു 1000 ഇവിടെ വേണം. ഓക്കെ, അപ്പൊ ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളർ മാസ് ഓഫ് സൊല്യൂട്ട്. പിന്നെ W1 ഒക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചു, 1000 ഇവിടെ എഴുതി വെച്ചു. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മോളാർ മാസ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഇതാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് പോവുക, ഡെൽറ്റ ടി ബി ഇങ്ങോട്ട് വന്നാൽ പോരെ. അപ്പൊ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിന് ഒരു ഇക്വേഷൻ കിട്ടി. കെ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര തന്നിട്ടുണ്ടല്ലോ? 1.8 ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പൊ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര? 1.8 ഇൻറ്റു 1000 ഉണ്ട്. W1 എന്താ? എത്ര സോൾവെന്റ് ആണ് എടുത്തത്? എത്ര സോൾവെന്റിലോട്ട് ആഡ് ചെയ്ത്? 90 ഗ്രാം ബെൻസീനിലോട്ടാ. അപ്പൊ 90 ഗ്രാം. അപ്പൊ സോൾവെന്റ് മാസ് 90 ആണ്. ആകെ നമുക്ക് അറിയേണ്ട ഡെൽറ്റ ടി ബി കൂടി കിട്ടിയാൽ മതി. എങ്ങനെ ഡെൽറ്റ ടി ബി കിട്ടുക? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അവർ നോർമലി എപ്പോഴാണ് ബോയിൽ ചെയ്യുക? 353.23 ബോയിൽ ചെയ്യുക. സൊല്യൂട്ടിന് ആഡ് ചെയ്തതിന് ശേഷം എത്ര ബോയിൽ ചെയ്തത്? 354.11. അപ്പൊ എത്ര കൂടുതലാ? ഇതിനേക്കാളും എത്ര കൂടുതലാ? രണ്ടിന്റെ ഡിഫറൻസ് എടുത്താൽ പോരെ. നോർമലി ഒരാൾ 100 ബോയിൽ ചെയ്യാന്ന് വിചാരിക്കും.
പക്ഷെ സൊല്യൂട്ടിനെ ആഡ് ചെയ്തതിന് ശേഷം 102 ബോയിൽ ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ എത്ര ഡെൽറ്റ ടി ബി എത്ര കൂടുതൽ? 102 100 കുറച്ചാൽ മതി. അതേപോലെ തന്നെ നോർമലി ഇയാൾ ഇതിലാ ബോയിൽ ചെയ്യുക, പക്ഷേ സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ ടെമ്പറേച്ചറിലാണ് ബോയിൽ ചെയ്ത്. അപ്പോൾ അതിന് രണ്ടിനും ഡിഫറൻസ് എടുത്താൽ മതി. അത് 0.88 ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ആ ഡെൽറ്റ ടി ബിക്ക് ഒരു 0.88 കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. കാരണം നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കൂടെ, സൂപ്പർ കിങ്സ് ബാച്ചിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു വീഡിയോസും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ മതി മക്കളെ, ധാരാളം ഏത് എക്സാമിലും നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോസും കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നല്ലപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതെന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ പഠിക്കുക. വേറൊരു വീഡിയോയിൽ നമുക്ക് വേറെ ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ ബൈ.